തെരഞ്ഞെടുപ്പ് ഇത് അടുത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോ അത് കഴിഞ്ഞുള്ള ആഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. പക്ഷേ അതിന് മുൻപായി CPM-ൽ നിന്ന് ഒരു മുതിർന്ന നേതാവ് കൂടി പടിയിറങ്ങുകയാണ്, പാർട്ടി വിടുകയാണ്. അത് ആലപ്പുഴയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരനാണ്. അദ്ദേഹം CPM നേതൃത്വത്തിനെതിരെ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് CPM അംഗത്വം ഇനി പുതുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അകൽച്ചയിലാണ് G. സുധാകരൻ ഉള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി. അതിൽ ആലപ്പുഴയിലെ ഈ സ്ഥാനാർത്ഥി ചർച്ചകളുമായി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ആലപ്പുഴയിൽ G. സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുകയാണ് MV ഗോവിന്ദൻ ചെയ്തത്. അത് വലിയ മുറിവാണ് G. സുധാകരൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ നെടുനീളൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല MV ഗോവിന്ദൻ്റെ ആ പത്രസമ്മേളനത്തിലെ ആ കട്ടിംഗ് അതുകൂടി ആ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ കഴിഞ്ഞ കാലങ്ങളായി പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അവഗണന, പരിഹാസം അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് G. സുധാകരൻ കഴിഞ്ഞ 63 വർഷത്തോളം ഉണ്ടായിരുന്ന പാർട്ടി അംഗത്വം താൻ ഇനി പുതുക്കുന്നില്ല, ഇനി നേതാക്കൾക്ക് ബുദ്ധിമുട്ടാകാൻ താനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. G. സുധാകരൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് പിഴച്ചോ? നോക്കാം. ജിമ്മിക്ക് എന്താണ് തോന്നുന്നത്? G. സുധാകരനെ കൈകാര്യം ചെയ്യുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയോ? ഈ കുറേ നാളായിട്ട് G. സുധാകരനെ പാർട്ടിക്ക് G. സുധാകരനെ മടുത്ത് കഴിഞ്ഞതാണ്. ഇതൊരു ഒരു 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 അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മടുത്തിട്ട് കാലം കുറേയായി. അത് G. സുധാകരൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്, അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയുന്നത്, ഒന്നാം പിണറായി സർക്കാരിന് ഉണ്ടായിരുന്ന സ്റ്റാൾവേർഡ്സ് ആയിട്ടുള്ള ഒരുപാട് തലമുതിർന്ന നേതാക്കളെല്ലാം സൈഡായി. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അത്തരം രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി കൂടിയാണ്. ഒരിക്കൽ നിങ്ങൾ ഈ ലൈം ലൈറ്റിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകളിൽ ഇപ്പോൾ ഇപ്പോൾ G. സുധാകരനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. G. സുധാകരനെ കൂടാതെയുള്ള പല ആളുകളുടെയും മനസ്സിലും ഇതൊക്കെ തന്നെയാണ്. ദേ വർ ജസ്റ്റ് ഔട്ട് ഓഫ് ദ ലൈം ലൈറ്റ്. ആ പുതിയ രണ്ടാമത്തെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2021 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് തീരുമാനിച്ച് ആ ഫൈനൽ തീരുമാനം വരുന്ന ദിവസം തകർന്നുപോയ മുതിർന്ന നേതാക്കളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ഷോക്കിംഗ്. അതൊരു വലിയ വിപ്ലവമാണ്. അതായത് പ്രധാനപ്പെട്ട എൻറ്റയർ തലമുതിർന്നവരെ മാറ്റിക്കൊണ്ടാണ് പുതിയ ആളുകൾ വരികയും അന്ന് പറഞ്ഞു കേട്ട കാര്യം പിണറായി വിജയൻ മാത്രം തുടരുന്നു. കാരണം തലമുറ കൈമാറ്റത്തിന് ഒരാൾ വേണം എന്നാണ് പറയുന്നത്. പക്ഷേ 2026 ആകുമ്പോൾ ആ ലോജിക്കില്ല. അപ്പോൾ തലമുറ കൈമാറ്റം അല്ല, ഒരു തവണ കൂടി പിണറായി വിജയൻ. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും പിണറായി വിജയൻ പടം നയിക്കുന്നത്. ഒരു പക്ഷേ ജയിച്ചാൽ, അധികാരം പിടിച്ചാൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയും ആകുമായിരിക്കും. പക്ഷേ എന്തായാലും തലമുറ കൈമാറ്റം ഇപ്പോഴും പിണറായി വിജയന് തൊട്ട് മുമ്പ് വരെ എത്തി നിൽക്കുകയാണ്. G. സുധാകരൻ്റെ വിഷയം, അദ്ദേഹം ഈ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചു എന്ന് പറയുന്നത് ഒരു വളരെ അവസാനത്തെ ഈ പ്രകോപനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അതിലാദ്യം ചോദിക്കുന്നത് സുരേഷ് കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കൂ. സുരേഷ് കുറുപ്പിനൊന്നും സ്ഥാനാർത്ഥിയാക്കൂല. അപ്പോൾ G. സുധാകരനെ പരിഗണിക്കൂ, ഒരു പരിഗണനയില്ല എന്ന് പറഞ്ഞൊരു പോസിൽ പത്രക്കാർ ചിരിക്കുന്നു. അപ്പോൾ G. സുധാകരനെ ചിരിക്കുന്നു, ഒരു പരിഗണനയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോവാണ്. പക്ഷേ അത് G. സുധാകരന് കൊണ്ടു. കാരണം അവിടെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, എന്നെ പരിഹസിച്ചൊന്നും മാത്രമല്ല, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഏറ്റവും താഴത്തെ കമ്മിറ്റി ബ്രാഞ്ചിലേക്ക് വന്നു. ജില്ലാ സെക്രട്ടറി എന്നോട് വന്ന് എന്തുണ്ട് എന്ന് ചോദിച്ചില്ല എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വേദന തുടങ്ങുന്നത്. ഒരൊറ്റ പൊതുപരിപാടി എനിക്ക് തന്നിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ അന്നത്തെ ഒരു വളരെ കുപ്രസിദ്ധമായ ഒരു കേസിൽ പ്രതിയായി ജയിൽവാസം അനുഷ്ഠിച്ച, അതിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായി എന്നെ പരിപാടിക്ക് വിളിച്ചതുപോലുമില്ല. ഇതുകൂടാതെ എന്നെക്കുറിച്ച് വളരെ മോശമായി പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട അംഗം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി G. സുധാകരനുമായി വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം G. സുധാകരൻ എത്രത്തോളം അസ്വസ്ഥനാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെ നടപടികളിലെന്ന് വളരെ വ്യക്തമാണ്. അത് ഒരു പൊതുവേദിയാണ് ഞാനത് പറയുന്നത്. പക്ഷേ പേഴ്സണലി അദ്ദേഹം ഭയങ്കര ഊണ്ടലാണ്. അതുകൊണ്ടാണ് 2025 കഴിഞ്ഞ വർഷം മന്ത്രി സജി ചെറിയാൻ എന്തിനാ പറഞ്ഞത്, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിക്കേണ്ട, സജി ചെറിയാൻ എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. അതായത് ഞാൻ 2021 അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ചില കുഴപ്പങ്ങൾ കാണിച്ചു, ഞാൻ ഇപ്പോൾ പുറത്താകുമെന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചവരാണ് ആര്? സജി ചെറിയാൻ്റെ കൂടെയുള്ള ആളുകൾ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ആകെ അസ്വസ്ഥനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, പഴയ ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. തോമസ് ഐസക് വരാൻ പോകുന്നു, AK ബാലൻ വരാൻ പോകുന്നു, G. സുധാകരൻ വരാൻ പോകുന്നു. ഇവരുടെയൊക്കെ പ്രതികരണം ഒന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാം. അവിടെയാണ്, ആ പ്രതീക്ഷയിലാണ് ചൂടുവെള്ളം സംസ്ഥാന സെക്രട്ടറി എടുത്തൊഴിച്ചത്. അങ്ങനെ ഒരു പരിഗണനയില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു വിടുകയാണ്.
ഇത് വളരെ അവധാനതയോടുകൂടി ഇത്തരം ആളുകൾ ഇതിൽ ആരാണ് ശരിയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക? ഇതിൽ ആരാ ശരി ആരാ തെറ്റ്? ഒരു കാവ്യനീതി കൂടി ഉണ്ട് കേട്ടോ. അവസാന കാലത്ത് VS അച്യുതാനന്ദനെ ചവിട്ടി പുറത്താക്കിയ ഒരൊറ്റ നേതാവും അവരും അതേ വഴിയിലേക്കാണ് പോകുന്നത്. MM മണി മുതൽ G സുധാകരൻ വരെ ആ വഴി നീളുകയാണ്. ചരിത്രത്തിൻ്റെ കാവ്യനീതിയാണെന്ന് വേണം നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ പാർട്ടിയുടെ രീതിയാണെന്ന് നിങ്ങൾക്ക് പറയാം. ഏതായാലും അത് ആവർത്തിക്കുകയാണ്. അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഒരു സംസ്ഥാന സമ്മേളനത്തിൽ മറിഞ്ഞ ആളുകളുടെ പേരുകളെടുത്ത് പറഞ്ഞാൽ നമുക്ക് വിശദമായിട്ടത് പറയാം. പക്ഷേ ഈ കാര്യത്തിൽ പാർട്ടി കുറച്ചുകൂടെ G സുധാകരനെ പോലെയുള്ള നേതാവിനെ അനുനയിപ്പിക്കുകയും അദ്ദേഹത്തെ കൂടെ കൂട്ടി അവരാരും അങ്ങനെ വലിയ അധികാരമോഹികളായി ചരിത്രത്തിൽ ഇടം പിടിച്ച ആളുകളല്ല. അവരുടെ പുഷ്കലകാലത്ത് അവർ വളരെ ഗംഭീരമായി ഭരിക്കുകയും പല സ്ഥാനങ്ങളും വേണ്ടെന്ന് വെച്ചവരും വലിയ കുഴപ്പമില്ലാതെ മന്ത്രിസഭയിൽ ഷൈൻ ചെയ്തവരും ജനപ്രതിനിധികളായി ഷൈൻ ചെയ്തവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒരു പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം. അത് സംസ്ഥാന സെക്രട്ടറിയുടെ പരാജയം. ജില്ലാ നേതൃത്വത്തിനും ഇതുപോലെ തന്നെ സുധാകരനെ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അത് 2021 തെരഞ്ഞെടുപ്പിൽ എന്തോ സുധാകരൻ കുഴപ്പം കാണിച്ചു എന്നാണ് ജില്ലാ നേതൃത്വം ഉറച്ച് വിശ്വസിക്കുന്നത്. പക്ഷേ എവിടെയോ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ G സുധാകരനെയൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുന്നതിൽ ഉള്ള ഒരു വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വത്തിനായാലും ജില്ലാ നേതൃത്വം. അതിൻ്റെ കുഴപ്പം ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. G സുധാകരനെ പോലൊരു നേതാവ് നാളെ പാർട്ടിക്കെതിരെ പലതും പറയാൻ തുടങ്ങിയാൽ, ശരിയായാലും തെറ്റായാലും, അതിൻ്റെ ഡാമേജ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് ആര് ശരി ആര് തെറ്റെന്നുള്ളതല്ല, എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വലിയ പാളിച്ച പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. ജില്ലാ നേതൃത്വത്തിന് വളരെ പണ്ടേ സംഭവിച്ചു. സംസ്ഥാന നേതൃത്വവും ഇപ്പം അതിലേക്ക് പോകുന്നു. കുറച്ചുകൂടി പക്വതയോടുകൂടി ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇങ്ങനെ ആയിരിക്കില്ല അത് ചെയ്യുക. പക്ഷേ അപ്പോഴൊന്ന് ഡീലിംഗ് മാത്രമാണ് കേട്ടോ. വിഷയമായി തന്നെ കിടക്കുകയാണ്. അതിൻ്റെ ശരി തെറ്റുകൾ അന്വേഷിച്ച് പോയാൽ കഥകൾ വേറെ ഒരുപാട് പറയേണ്ടി വരും. ഈ പറയുന്ന വില്ലൻ നായകൻ പരിവേഷം ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും. അതുകൊണ്ട് ഡീൽ ചെയ്യുന്നതിൽ വളരെ വലിയ പാളിച്ച. അത് തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിലെങ്കിലും അല്ലെങ്കിൽ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയാണ് കൂടുതൽ. യെസ്, അജിംസ്, പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകുമോ G സുധാകരൻ? നാളെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ വെളിപ്പെടുത്തലോ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് അങ്ങനെ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല G സുധാകരൻ. G സുധാകരൻ ദുർബലനായിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നേരെ ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള മൂലധനം എന്ന് പറയുന്നത് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തും പാർട്ടി പ്രവർത്തകനായിരുന്ന കാലത്തും അദ്ദേഹം ഉണ്ടായിട്ടുള്ള പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ തന്നെ ഒരർത്ഥത്തിൽ വിവാദപരമാണ്. മറുവശത്ത് അദ്ദേഹം അഴിമതിയുടെ കറ പുരളാത്ത മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വെപ്പൺ. അദ്ദേഹത്തിന് മികച്ച മന്ത്രി എന്നുള്ള ഇമേജാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ വെപ്പൺ. അപ്പോൾ അങ്ങനെ ആയിരിക്കും തന്നെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തെ തഴയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തോന്നിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനൊരു പ്രിൻസിപ്പിളുണ്ട്. 2 വട്ടം 3 വട്ടം അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിൻസിപ്പളുണ്ട്. ആ പ്രിൻസിപ്പിൾ അങ്ങനെ പിണറായിക്ക് ബാധകമല്ല എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം സുധാകരന്. അപ്പോൾ പിണറായിക്ക് ബാധകമല്ലാത്ത ഒന്ന് തൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്. അങ്ങനെ ഒരു സ്വാർത്ഥമോഹത്തോടെ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോ ഒരു സ്വാർത്ഥനാണ് G സുധാകരൻ എന്ന് ആർക്കും ആരോപിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വളരെ നിസ്വാർത്ഥമായ സേവനമാണ്. ഒന്ന്, അദ്ദേഹം പലതും ത്യജിച്ചിട്ടാണ് പാർട്ടിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വം തന്നെ ഉദാഹരണം. അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിസ്ഥാനമൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഒരു പൊതുപ്രവർത്തകനായ രാഷ്ട്രീയ പ്രവർത്തകനായ തന്നെ 5 വർഷമായിട്ട് പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല. അദ്ദേഹം അവസാനം KPCCയുടെ പരിപാടികളൊക്കെ പോയി പങ്കെടുക്കുകയാണ്. അത് മനസ്സിലാവണമെങ്കിൽ അത് രാഷ്ട്രീയക്കാരന് മാത്രമേ ആ പ്രശ്നം മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഇൻ്റർവ്യൂ പറഞ്ഞിട്ടായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടാന്ന് നോക്കുമ്പോൾ പോലും മൈക്ക് കാണുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ തോന്നും. അത് അവരുടെ ഒരു ശീലമാണ്. അപ്പോൾ പൊതുപരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ റൂട്ടീനാണ്. അവരെ സംബന്ധിച്ച് അതിന് അഡിക്റ്റാണ് അവർ. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ എത്രമാത്രം അസ്വസ്ഥരായിരിക്കും. അപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെ 75 വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രായമല്ല. 80-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നത്. അദ്ദേഹം റിട്ടയർ ആവാൻ G സുധാകരൻ തയ്യാറല്ല. അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന് പ്രശ്നമില്ല. അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ആളുകളുണ്ട്, പക്ഷേ ഒതുങ്ങാത്ത ആളുകളുമുണ്ട്. അതാണ് ഒരു പ്രശ്നം. ഞാൻ മൗലികമായിട്ട് കാണുന്ന പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പോൾ സുധാകരൻ മാത്രമല്ല ഒതുങ്ങിയിട്ടുള്ള എത്രയോ നേതാക്കൾ മൗനികളായിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ. നമ്മൾ തോമസ് ഐസക്കിനെ അധികം കാണാറുണ്ടോ എവിടെയും? അതെ, ഐസക്ക് എവിടെയാണ്? അപ്പോൾ ഐസക്ക് അടുത്തവണ മത്സരിക്കുമോ ഇല്ലെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ, തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്നൊക്കെ ആലോചനയുണ്ട്. പക്ഷേ ആന്റണി രാജു മത്സരം പിടിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ ആ കേസ് തിരിച്ചു ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരും, ഞങ്ങൾക്ക് തന്നെ തരണം അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഐസക്കിനെ നമ്മൾ കാണുന്നില്ല എവിടെയും. ഐസക്ക് എവിടെ? MA ബേബി എവിടെ? ബേബി ജനറൽ സെക്രട്ടറിയാണ്.
വല്ലപ്പോഴും ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടന്നതല്ലാതെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ തീരെയില്ല. അങ്ങനെ പിണറായി വിജയൻ മാത്രം അതൊരു നല്ല സൂചനയല്ല. കാരണം പിണറായി വിജയൻ 2021 എടുത്ത തത്വത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഈ 2021 പഴയ ആളുകളെയൊക്കെ മാറ്റി പുതിയ ആളുകളെ, സെക്കൻഡ് നിര ആളുകളെ വാർത്തെടുക്കുക. അപ്പോൾ വാർത്തെടുത്തവരിൽ ആരൊക്കെയാണ് ഇപ്പോൾ മുൻനിരയിൽ? പിണറായിയുടെ പിൻഗാമി ആര്? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. പിണറായിയുടെ പിൻഗാമി ആര്? നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ 2 പേരുകൾ, പി രാജീവും എം പി രാജേഷുമാണ്. അവർ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല നേതാക്കന്മാരായിട്ട് വന്നവരാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ച് നല്ല മന്ത്രിമാരെ അല്ല ആവശ്യം. ഇപ്പോൾ ജനകീയ പിന്തുണയുള്ള, ജനപിന്തുണയുള്ള മാസ് ലീഡേഴ്സിനെയാണ്, ജനങ്ങളുടെ വിശ്വാസം നേടുന്ന ലീഡേഴ്സിനെയാണ്. ഇപ്പോൾ എം പി രാജേഷും പി രാജീവും നല്ല നേതാക്കൾ തന്നെയാണ്, അവർക്ക് ജനകീയ പിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ CPM-ന് ആവശ്യമുള്ള അത്ര അതില്ല. CPM-ന് വേണ്ടത് വളരെ ജനകീയ മാസ് പിന്തുണയുള്ള ഒരാളാണ്. മറ്റൊരാൾ എം സ്വരാജാണ്. എം സ്വരാജിന് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇലക്ഷനിൽ ജയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. പിണറായിക്ക് ഇത്ര വയസ്സായി, പിണറായിക്ക് ശേഷം ആരെയെന്ന് ചോദിക്കുമ്പോൾ പാർട്ടി അണികളുടെ ഉള്ളിൽ ഒരാൾ വേണ്ടേ? ഇത് സുധാകരൻ എന്ന അതൊരു രോഗലക്ഷണം മാത്രമാണ്. നമ്മൾ പുറത്ത് കാണുന്നത് സുധാകരൻ എന്നൊരു രോഗലക്ഷണം മാത്രമാണ്. അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്, ആ ലക്ഷണങ്ങൾ പുറത്തു വരും. രോഗം എന്ന് പറയുന്നത് ഇതാണ്. ഹൂ ഈസ് പിണറായിസ് സക്സസർ? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ജനപിന്തുണയുള്ള, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു മാസ് ലീഡറുടെ അഭാവം CPM നേരിടുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. സത്യത്തിൽ CPM-ന് അത് വിചാരിച്ചാൽ അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പല നേതാക്കളുടെയും ജനകീയത കണ്ടിട്ടുണ്ട്. അതായത് EK നായനാർ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ അന്ന് VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയൊക്കെ വലിയ മുടിചൂടാവനാണ്. പിണറായി EK നായനാർ സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി VS അച്യുതാനന്ദൻ ജനം ഇറങ്ങിപ്പോവും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാം കാലം VS-ൻ്റെ പ്രതാപകാലം, പാർട്ടി VS-നെ വലിയ പദവിയിലേക്ക് കൊണ്ടുവന്നു, VS ഫൈറ്റ് ചെയ്ത് തീർന്നു. അടുത്തതായി VS അച്യുതാനന്ദൻ സംസാരിക്കുന്നു, VS സംസാരിക്കുന്നു, വലിയ ജനം. അടുത്തതായി പിണറായി വിജയൻ സംസാരിക്കും, ജനം ഇറങ്ങിപ്പോവും. മൂന്നാം കാലം പിണറായി വിജയൻ സംസാരിക്കുന്നു, വലിയ ജനം. അല്ല, ക്രൗഡ് പുള്ളർ തന്നെയാണ്. MV ഗോവിന്ദൻ സംസാരിക്കുന്നു, ജനം ഇറങ്ങിപ്പോവും. ഇത് ഈ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമ്മൾ കണ്ടതാണ്. പാർട്ടി വിചാരിച്ചാൽ ഇതൊക്കെ പറ്റും. നേതാവിനെ ഉണ്ടാക്കാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പുതിയ ലീഡർഷിപ്പിനെ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കഴിഞ്ഞ 5 വർഷമായി ഉണ്ടായിരുന്നു. അത് CPM ചെയ്തില്ല എന്നൊരു ഗൗരവമായ വിഷയമാണ്. ജനം വരും, പക്ഷെ പാർട്ടി വിചാരിക്കണം നേതാവിനെ ഉണ്ടാക്കാൻ. യെസ്, അതാണ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് G സുധാകരൻ പടിയിറങ്ങുന്നത് എന്നതാണ്. വേണമെങ്കിൽ G സുധാകരനെ ഒരല്പം കൂടി പരിഗണിക്കാമായിരുന്നു. ഇത്രയ്ക്കങ്ങ് അവഗണിക്കേണ്ടിയിരുന്നില്ല എന്നൊരു പൊതുവികാരം ആളുകളുടെ മനസ്സിലുണ്ട്.